ഇന്ന് നോമ്പ് 8 ആയതുകൊണ്ട് നമുക്ക് 8ന്റെ ക്ഷീണമൊന്നും നമുക്ക് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് നോമ്പായതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറങ്ങിയതുകൊണ്ട് ചെറിയൊരു ക്ഷീണം നമുക്കുണ്ട്. അതുകൊണ്ടൊന്ന് പുറത്തിറങ്ങാൻ വിചാരിച്ചത്. അപ്പോൾ ഉമ്മാന്റെ വിളി ബാക്കിന്ന് വരുമ്പോൾ ഒരു പാലും പാക്കറ്റ് വാങ്ങിയിട്ട് വരണേ എന്നുള്ളത്. ഞാൻ കേൾക്കാത്ത പാതി കേട്ട പാതി എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നമ്മളെ ഒപ്പമുള്ള ചെങ്ങായി നമുക്കൊരു ഹായ് എന്ന്. അങ്ങനെ ഗേറ്റ് തുറന്ന് നോക്കിയപ്പോൾ അങ്ങനെ സുന്ദരമായൊരു മുഖം, ഇന്നലെ കണ്ട മുഖം. ചുരുക്കി പറഞ്ഞാൽ എന്നും കാണേണ്ട ഒരു മുഖം ആയതുകൊണ്ട് എനിക്ക് വലിയ പുതുമൊന്നും തോന്നിയില്ല. അങ്ങനെ അവൻ ചോദിച്ചു എവിടേക്കാന്ന്. ഞാൻ പറഞ്ഞ വല്ല മുട്ടിഫോറും വല്ല പാടത്തും പോയിരിക്കാന്നുള്ളത്. നോമ്പ് ഫുള്ളാക്കണല്ലോ, വൈകുന്നേരം ആയാലും ഒരു ക്ഷീണ. അങ്ങനെ പോണ വൈക്കിലാണ് ലുക്കുമാന്റെ വീട്. ഇനി വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ നാളേക്ക് തെറ്റാൻ നിൽക്കും. അതുകൊണ്ട് നമ്മൾ ഓനെ വിളിച്ചിട്ടേ പോകുന്നുള്ളൂ. റൈസ് പിന്നെ സ്വന്തം വീട് മാതിരി ഓനെ വിളിക്കാൻ പോയി. ചെക്കൻ നിസ്കരിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ നമ്മളെ 10 മിനിറ്റ് പോസ്റ്റ് ആക്കി. ഓൻ നിസ്കരിച്ചത് അറിയിച്ചതാണോ അതോ നിസ്കരിച്ചതാണോ പഠിച്ചോന്നറിയാം. റൈസ് രണ്ടും കളിപ്പിച്ച് ഓന്റെ പയ സ്കില്ലോ തിരിച്ചെടുത്ത്. ആദ്യത്തെ സ്റ്റെപ്പ് ഫ്ലോപ്പ് ആയെങ്കിലും പിന്നെ അത് റെഡി ആവാൻ തുടങ്ങി. വണ്ടിൻ്റെതായതുകൊണ്ട് പറയാത്ത വണ്ടി വീട്ടിലെത്തിച്ചില്ലെങ്കിലും ബാപ്പാന്റെ കയ്യിൽ നിന്ന് കിട്ടും. പാടത്തിറങ്ങണോട്ട് അരാക്കിന്റെ ഇറക്കാന്ന് പറഞ്ഞോട്ട് കാര്യമില്ല. മൂന്നാളെയും വെച്ച് ഈ ഇറങ്ങിയാൽ നമുക്ക് പിന്നെ നോമ്പ് ഫുള്ളാക്കാം. ഈ ഓട്ടം കണ്ടിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നമുക്ക് നോമ്പില്ലാന്ന്. പക്ഷെ നമുക്ക് നല്ല ക്ഷീണമുണ്ട്. പക്ഷെ ലുക്കുമാന്റെ നടത്തത്തിലുള്ള ക്ഷീണമുള്ളവരെ അഭിനയിക്കുക. മുട്ടിഫോർ കാണാൻ വന്ന ഞങ്ങൾ കാണുന്നത് പച്ചയാൽ പൊതിച്ചപ്പെട്ട പാടത്തെയാണ്. പാടത്ത് പുല്ലുണ്ടെങ്കിലും ഒരു മനുഷ്യക്കുഞ്ഞിനെയും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റിലിട്ട് വണ്ടി കയറ്റിയാൽ പിന്നെ പോയത് റേസിന് വീട്ടിലേക്ക് ജ്യൂസ് അടിക്കാൻ തണ്ണിമത്തൊന്നും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഷോപ്പിൽ പോയി. ലുക്കുമാൻ ആർക്ക് വിളിച്ചിട്ടുണ്ട് നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചോദിച്ചാനും നിന്നില്ല. പിന്നെ ഉമ്മാക്ക് വീട്ടിൽ പൊറോട്ട വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് ഹോട്ടലിൽ പോയി പൊറോട്ടയും വാങ്ങി. ചെക്കൻ പൊറോട്ടക്ക് ഓർഡർ കൊടുത്തപ്പോൾ ഇരുന്ന ഇരിപ്പാ. കുട്ടി നോമ്പറക്കാൻ പോയതുകൊണ്ടാവും ഓൻ ഈ ഇരിപ്പിരിക്കണം. ഞാൻ വീട്ടിൽ പൊറോട്ടയും വാങ്ങി റേസിന് അടുത്ത് പോയപ്പോൾ ഒരു കാർക്കുള്ള സാധനം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊന്നും പോരാത്തിന് 2 തണ്ണിമത്തിന് എക്സ്ട്രാ വാങ്ങി. ബാക്കി പിന്നെ